ഹായ് ഫ്രണ്ട്സ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന ചാപ്റ്ററാണ് പാർട്ട് 1 ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. CVP അനാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസിനെ കുറിച്ച് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 5 ആണ് പെർ യൂണിറ്റ്, സെയിൽസ് 10,000 യൂണിറ്റ്സ് ആണ്, വേരിയബിൾ കോസ്റ്റ് 45,000, ഫിക്സഡ് കോസ്റ്റ് 50,000. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 45,000 പ്ലസ് 5,000 മീൻസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് 50,000 ആണ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് ചെയ്ത് കിട്ടുന്ന റവന്യൂ 10,000 ഇൻറ്റു 5 മീൻസ് 50,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റും അത് ചെയ്താൽ കിട്ടുന്ന റവന്യൂ ഈക്വൽ ആവുന്ന പോയിൻ്റാണ് 10,000 യൂണിറ്റ്സ് സെയിൽസ് ചെയ്താൽ. ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത ടോട്ടൽ റവന്യൂവും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും സെയിം ആയിരിക്കും. ഫേമിന് പ്രോഫിറ്റോ ലോസോ ഉണ്ടായിരിക്കില്ല. ഈ പോയിൻറ്റിനെ സ്റ്റഡി ചെയ്യുന്നതും ഇതാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത്. Break-even analysis is widely used technique of CVP analysis. Cost volume profit analysis inde important ആയിട്ടുള്ള ടെക്നിക്കാണ് break-even analysis. Next is it established the relationship between revenue cost with respect to volume. CVP analysis പോലെ തന്നെ കോസ്റ്റും റവന്യൂവും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബ്രേക്ക് ഇവൻ അനാലിസിസും സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്രേക്ക് ഇവൻ അനാലിസിസിനെ രണ്ട് സെൻസിൽ, ബ്രോഡ് സെൻസിലും നാരോ സെൻസിലും നമുക്ക് പറയാം. നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ നാരോ സെൻസിലുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രം കണ്ടുപിടിക്കുക. ഇനി ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് അനാലിസിസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ പ്രോബബിൾ പ്രോഫിറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ നമുക്ക് പ്രോബബിൾ എത്ര പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ബ്രോഡർ സെൻസിൽ ബ്രേക്ക് ഇവൻ അനാലിസിസിന് പറയുന്നത്. അപ്പം നാരോ സെൻസിൽ ജസ്റ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുക. ബോർഡർ സെൻസിലാണെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ എയിം. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് വൺ, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്താണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന പോയിന്റിലെത്തുന്നത് അത് കണ്ടുപിടിക്കാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. കോൺട്രിബ്യൂഷൻ എന്താണെന്ന് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ മീൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ പെർ യൂണിറ്റ് സെയിൽസ് നിന്ന് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കിട്ടും. എക്സാമ്പിൾ നോക്കാം. ദ ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഇയർ ആർ rupees 60,000, selling price per unit is rupees 15 and variable cost per unit is 10. Calculate break even point. ഇവിടെ തന്നിട്ടുള്ളത് ഫിക്സഡ് കോസ്റ്റ് 60,000 ആണ്. അതുപോലെ തന്നെ ഒരു യൂണിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് സെല്ലിംഗ് പ്രൈസ് 15 ആണ്, വേരിയബിൾ കോസ്റ്റ് ₹10 ആണ്. അപ്പോൾ അത് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ നമുക്ക് വേണ്ടത് ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 60,000. അതിന് ഡിവൈഡ് ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാൻ സെല്ലിംഗ് പ്രൈസ് മീൻസ് പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് നിന്ന് എന്ത് ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 15 മൈനസ് 10 അതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 60,000, കോൺട്രിബ്യൂഷൻ ₹5 ആണ്. അപ്പോൾ BEP എന്ന് പറയുന്നത് 60,000 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 12,000 യൂണിറ്റ്സ്. അപ്പോൾ 12,000 യൂണിറ്റ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12,000 യൂണിറ്റ്സ്. നെക്സ്റ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ റുപ്പീസ്. റുപ്പീസിലുള്ള ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് എക്സ്പെൻസിനെ സെയിൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ BEP ഇൻ റുപ്പീസ് അല്ലെങ്കിൽ BEP സെയിൽസ് ഇൻ റുപ്പീസ് കിട്ടും. For example, fixed cost for the year are rupees 60,000. The sales for the period is rupees 4 lakh and the variable cost are amounted to rupees 3 lakh. Calculate BEP. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് 60,000 ആണ്. ഈ ഇയറിലെ സെയിൽസ് എന്ന് പറയുന്നത് പീരീഡിലെ സെയിൽസ് റുപ്പീസിൽ
4 ലാക്കാണ്. നെക്സ്റ്റ് അതിന് മുകളിലെ വേരിയബിൾ കോസ്റ്റ് 3 ലാക്കാണ്. അങ്ങനെയാണെങ്കിൽ BEP കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, സെയിൽസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. പക്ഷേ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ല, കോൺട്രിബ്യൂഷൻ ടോട്ടൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസിനകത്തുനിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് 4 ലാക്ക്, വേരിയബിൾ കോസ്റ്റ് 3 ലാക്ക്. അങ്ങനെയാണെങ്കിൽ 4 ലാക്ക് മൈനസ് 3 ലാക്ക് 1 ലാക്കാണ് കോൺട്രിബ്യൂഷൻ. അങ്ങനെയാകുമ്പോൾ BEP കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ 60,000 ഇൻറ്റു 4 ലാക്ക് ഡിവൈഡഡ് ബൈ 1 ലാക്ക് ഈക്വൽ ടു 2,40,000. അപ്പോൾ നമുക്ക് കിട്ടും അറ്റ് സെയിൽസ് റവന്യൂ ₹2,40,000 there will be no profit and loss. സെയിൽസ് റവന്യൂ 2,40,000 ആവുന്ന സമയത്താണ് നമുക്കൊരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ കഴിയും. മാർജിനൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് സെയിൽസ് എഴുതുക. സെയിൽസ് 2,40,000 ആണെന്ന് പറഞ്ഞു. ആ പോയിന്റിലാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 4 ലാക്ക് സെയിൽസ് ഉള്ള സമയത്ത് നമുക്ക് 3 ലാക്കാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2,40,000 സെയിൽസ് ആവുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക. അത് ചെയ്യാൻ 3 ലാക്ക് ഡിവൈഡഡ് ബൈ 4 ലാക്ക് ഇൻറ്റു 2,40,000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2,40,000 സെയിൽസിൽ എത്ര വേരിയബിൾ കോസ്റ്റ് ഉണ്ടെന്ന് കാര്യം കിട്ടും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും മാറും. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എത്ര ഉണ്ട് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സെയിൽസ് കിട്ടി 2,40,000, വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 1,80,000 കിട്ടും. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ 60,000 ആണ്. 60,000 ഫിക്സഡ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഫിക്സഡ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് എക്സ്പെൻസും 60,000 തന്നെയാണ്. ആ സമയത്ത് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് നില്ല് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൺഫേം ചെയ്യാം ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അനാലിസിസിനെ കൊണ്ടുള്ള മറ്റൊരു യൂസാണ് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് സെയിൽ ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ ഇക്വേഷനിൽ മുകളിലായിട്ട് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും: ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്പർ ഓഫ് ഔട്ട്പുട്ട് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹50, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹40, ഫിക്സഡ് കോസ്റ്റ് ₹80,000. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,20,000. അപ്പോൾ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് 50 ആണ്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ 50 മൈനസ് 40 10 ആയിരിക്കും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. പിന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 80,000 ആണ്. ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,20,000 എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിൻ്റെ ഇക്വേഷനും കൂടെ ഡിസൈഡ് പ്രോഫിറ്റ് ആഡ് ചെയ്തതായിരിക്കും. അപ്പം ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അങ്ങനെ ആകുമ്പോൾ 80,000 പ്ലസ് 1,20,000 ബൈ കോൺട്രിബ്യൂഷൻ 10 ആണ്. അപ്പം ₹10. അപ്പോൾ കിട്ടും 20,000 യൂണിറ്റ്സ്. അപ്പോൾ 20,000 യൂണിറ്റ്സ് ആണ് 1,20,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
നമുക്ക് മാർജിനൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഹെൽപ്പോടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് 20,000 യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽസിൻ്റെ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 50 ആയിരിക്കും. അതാണ് 10 lakh rupees ആണ് സെയിൽ ചെയ്താൽ കിട്ടുക. പിന്നെ വേരിയബിൾ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പെർ യൂണിറ്റിന് മുകളിൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 40 ആണ്, 8 lakh. അങ്ങനെയാണെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ 10 lakh മൈനസ് 8 lakh 2 lakh. നെക്സ്റ്റ് ഇതിനകത്ത് നിന്ന് ഇനി കോൺട്രിബ്യൂഷൻ ഫിക്സഡ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് കുറയ്ക്കുക. 2 lakh മൈനസ് 80,000 അപ്പോൾ കിട്ടും 1,20,000. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം 1,20,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യണം. അങ്ങനെ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര സെയിൽസ് വാല്യൂയിലുള്ള പ്രൊഡക്റ്റ് എത്ര വാല്യൂ സെയിൽസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടും ബ്രേക്ക് ഇവൻ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് BEP ഇൻ സെയിൽസ് എന്ന് പറയുന്ന ഇക്വേഷനിൽ മുകളിലായിട്ട് പ്രോഫിറ്റ് ഡിസൈഡ് പ്രോഫിറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര സെയിൽസ് വാല്യൂ റുപ്പീസിൽ എത്ര സെയിൽസ് നടത്തണം എന്നുള്ള കാര്യം കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ് റുപ്പീസ് 6 lakh, വേരിയബിൾ കോസ്റ്റ് റുപ്പീസ് 4,20,000, ഫിക്സഡ് കോസ്റ്റ് റുപ്പീസ് 1,20,000. കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 90,000. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സെയിൽസിൻ്റെ വാല്യൂ 6 lakh ആണ്. അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ കിട്ടി ഡയറക്റ്റായിട്ട് 6 lakh ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് 4,20,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ 90,000 പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി എത്ര സെയിൽസ് വാല്യൂ സെയിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാകുന്ന സമയത്ത് ഫിക്സഡ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1,20,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90,000 ആണ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് ഇവിടെ 6 lakh ആണ്, വേരിയബിൾ കോസ്റ്റ് 4,20,000 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 1,80,000 എന്ന് കിട്ടും ഇൻറ്റു സെയിൽസിൻ്റെ വാല്യൂ എത്രയാണ് 6 lakh. അപ്പോൾ എമൗണ്ട് ഒന്നുകൂടെ പറയാം 1,20,000 പ്ലസ് 90,000 ഡിവൈഡഡ് ബൈ 1,80,000 ഇൻറ്റു 6 lakh. അപ്പോൾ ആൻസർ 7 lakh എന്ന് കിട്ടും. അപ്പോൾ 7 lakh റുപ്പീസിൻ്റെ സെയിൽസ് ചെയ്താലാണ് 90,000 പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 7 lakh ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മാർജിനൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെയിൽസ് എഴുതുക. 7 lakh ഇപ്പോൾ കിട്ടിയത് ഡിസൈഡ് ലെവൽ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 7 lakh ആണെന്ന് കിട്ടി. നെക്സ്റ്റ് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. പക്ഷെ നമുക്ക് അറിയില്ല 7 lakh റുപ്പീസ് സെയിൽസ് നടത്തുമ്പോൾ എത്ര വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് 4,20,000 ആണ് വേരിയബിൾ കോസ്റ്റ് 6 lakh സെയിൽസ് നടക്കുമ്പോൾ. അപ്പോൾ 6 lakhന് 4,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ 7 lakhന് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് 4,20,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 7 lakh ചെയ്യുന്ന സമയത്ത് 4,90,000 കിട്ടും. അപ്പോൾ 7 lakhൻ്റെ സെയിൽസ് ഉണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 4,90,000 ആയിരിക്കും. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ നമുക്ക് 2,10,000 കിട്ടും. മീൻസ് 7 lakh മൈനസ് 4,90,000. അപ്പോൾ 2,10,000 ആണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് 1,20,000 ആണ്. മൈനസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് 90,000 കിട്ടും. ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. 90,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ആൻസർ കറക്റ്റാണ്. ആൻസർ 7 lakh ആണ്.